Hello, good evening, dear students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 6 സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ MDP ആണ്, മോക്ക് ടെസ്റ്റ് പേപ്പർ ആണ് ഫോർ ജാൻ 2025 എക്സാംസ്. ഇന്നലെ നമ്മൾ പേപ്പർ 2 കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അത് കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി വാച്ച് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ആസ് വെൽ. ഇന്നലെ അപ്ലോഡഡ് ആയിട്ടുണ്ട്. സോ ഇന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പേപ്പർ 6 ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ പാർട്ട് ബി, അതായത് 50 മാർക്സിന്റെ ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇന്നലെ ഞാനൊരു ഇൻട്രോ തന്നിരുന്നു കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയ്ക്കകത്ത് എങ്ങനെയാണ് അവർ MTP തവണ ഫ്രെയിം ചെയ്തിരുന്നത്. സോ സിമിലർലി എം ഗോയിങ് ടു ഗിവ് യു ഐഡിയ ഓൺ SM-ന്റെ പേപ്പർ അവർ എങ്ങനെയാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അവരൊരു 50-50%, അതായത് ടോട്ടൽ 50 മാർക്സിൽ 25 മാർക്സോളം ന്യൂലി ആഡഡ് ടോപ്പിക്സ് ആണ്. ന്യൂലി ആഡഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സിലബസ് മാറി പുതിയ സിലബസ് വന്നപ്പോൾ കുറെ ടോപ്പിക്സ് ആഡഡ് ആയിട്ടുണ്ടായിരുന്നു. നിയറിംഗ് 27 to 32 ടോപ്പിക്സ് വെർ ആഡഡ്. ചെറിയ ടോപ്പിക്സ് ആയിട്ട് ടോട്ടൽ അറൌണ്ട് 32 ടോപ്പിക്സ് ആഡഡ് ആയിരുന്നു. സോ അതിൽ നിന്ന് അതായത് 25% ഓഫ് ദ ടോപ്പിക്സ് MTP ഇട്ടേക്കുന്നത് ഇസ് ഫ്രം ദ ന്യൂലി ആഡഡ് ടോപ്പിക്, ആൻഡ് മറ്റേതൊക്കെ പഴയ പണ്ടോട്ടേ ഉണ്ടായിരുന്ന ടോപ്പിക്സിൽ നിന്നാണ് അവർ ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇത്തവണത്തെ MTP ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ അഗൈൻ ഗിവിംഗ് യു മോർ ഐഡിയ അബൌട്ട്, അപ്പം സ്റ്റുഡൻസിന് ഒരിക്കലും ഒരു ഇംപ്രഷൻ വരാൻ പാടില്ല. അതായത് ന്യൂലി ആഡഡ് ടോപ്പിക്സിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. I'll tell you how Institute had framed questions. തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ, അതായത് സെപ്റ്റംബർ 2024 അറ്റംപ്റ്റിലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പർ വാസ് എ വെരി ഈസി പേപ്പർ. ഈവൻ റിസൾട്ട്സ് വന്ന സമയത്തും there are many students who got exemption for FM and SM. അതിന്റെ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ജൂൺ 2024. ആ അറ്റംപ്റ്റിൽ, അതായത് മെയ് 2024 അറ്റംപ്റ്റിൽ, ആ അറ്റംപ്റ്റിൽ FM വാസ് ബിറ്റ് ഡിഫിക്കൾട്ട്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്സ് മാത്രമാണ് വന്നത്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് ഭയങ്കര സിമ്പിൾ. ദ ഓൺലി തിങ് വാസ് ഓൾ അൺഇമ്പോർട്ടന്റ് ഏരിയ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ്? ഇങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് അവർ മെയ് 2024 അറ്റംപ്റ്റിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. സോ നമുക്ക് ഒരിക്കലും SM എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത്, കാരണം വന്നിട്ട് പോയിട്ട് ആകെ ഒരു 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ, അതിൽ തന്നെ നമുക്ക് സെലക്റ്റീവ് സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടാം, കാരണം ലിമിറ്റഡ് ടോപ്പിക്സ് ആണ്, ലിമിറ്റഡ് പോർഷൻസ് ആണ്. ഐ കനോട്ട് ടെൽ ലൈക്ക് ഈ ക്വസ്റ്റ്യൻസേ വരുള്ളൂ, കാരണം അവർ 5 ചാപ്റ്റേഴ്സിനും ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റഡി പ്ലാൻ കൊടുത്ത സമയത്ത് ഐ ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ദ വെയിറ്റേജ്. എവറി ചാപ്റ്റർ ഹാസ് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സിന് അവർ ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിന്റെ അടിയിൽ ഡിസ്ക്ലെയിമറും കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണമെന്നുണ്ടെങ്കിൽ +or-5 ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതാണ് ഇമ്പോർട്ടന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ക്ലാസ്സിൽ വെരി ഇമ്പോർട്ടന്റ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇത്രയും നാളായിട്ടും അങ്ങനെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നതൊക്കെ നമ്മൾ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. പക്ഷെ പഠിക്കുന്ന സമയത്ത് വി ഓൾവേസ് ടെൽ, നിങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആദ്യം പഠിക്കുക, പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, പിന്നെ അൺഇമ്പോർട്ടന്റ് പഠിക്കുക. സോ ബേസിക്കലി വിടാനായിട്ടൊരു ചോയ്സ് ഇല്ല, കാരണം ഭയങ്കര ലിമിറ്റഡ് പോർഷൻസ് ആണ്. സോ ഈ MTP ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അത് they've given equal weightage for the newly added topics as well as the old topics. So ഒട്ടും ടൈം കളയാതെ let us start with the MTP session. ഞാൻ ലാസ്റ്റ് ആയിരിക്കും, ഇന്നലെ ഏറ്റവും ലാസ്റ്റ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. സോ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. We'll be starting off with the descriptive questions. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ഇടാം. എന്തെങ്കിലും ഇപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അറിയാലോ, എല്ലാം കേസ് ബേസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പൊതുവെ ഡൗട്ട്സ് വരുന്ന ഒരു ഏരിയ ഡൈവേഴ്സിഫിക്കേഷൻ ഏരിയ ആണ്, അല്ലെങ്കിൽ മെട്രിക്സുകളിലായിരിക്കും ഡൗട്ട് വരും. അങ്ങനെ എന്തുകൊണ്ട് ആ പറയുന്ന പോയിന്റ് എടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പോയിന്റ് ആപ്ലിക്കബിൾ ആയിട്ടില്ല, അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി റൈറ്റ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, ലെറ്റ് us start with the first question. Chic Threads, a boutique fashion brand renowned for its commitment to sustainability and ethical practices, has recently launched a new line of eco-friendly clothing made from recycled materials. സോ ഇതൊരു ബൊട്ടീക്കാണ്. അവർ പുതിയതായിട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി ക്ലോത്തിങ് ഉണ്ടാക്കുന്നുണ്ട് ഫ്രം റീസൈക്കിൾഡ് മെറ്റീരിയൽ. സസ്റ്റൈനബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ the brand recognizes the growing influence of environmentally conscious customers who actively shape industry standards through their advocacy and purchasing decisions. So brand മനസ്സിലാക്കുകയാണ്, കസ്റ്റമേഴ്സ് കൂടുതലും കോൺഷ്യസ് ആണ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയിലോടൊക്കെ കൂടുതലും കോൺഷ്യസ് ആണ്, ആൻഡ് ദീസ് കൺസ്യൂമേഴ്സ് അലൈൻ വിത്ത് ചിക് ത്രെഡ്സ് വാല്യൂസ്. ഈ പറയുന്ന
കസ്റ്റമേഴ്സ് അവരുടെ വാല്യൂസുമായിട്ട് ഈ ചിക് ത്രെഡ്സ് ബുട്ടീക്കിന്റെ വാല്യൂസുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ആൻഡ് ദേ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് പൊസിഷൻ ആൻഡ് റെപ്യൂട്ടേഷൻ. സോ ഈ ചിക് ത്രെഡ്സിന്റെ മാർക്കറ്റ് റെപ്യൂട്ടേഷൻ ആൻഡ് മാർക്കറ്റ് പൊസിഷനിങ്ങിൽ ഇവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. How should Chick Threads effectively manage its relationship with environmentally conscious consumers, considering their high power and high interest in shaping the brand success? എങ്ങനെയാണ് അവരുടെ അപ്രോച്ച് ചെയ്യേണ്ടത്? Now, these are basically consumers എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പവറിനനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് എങ്ങനെ ഇൻഫർമേഷൻസ് കൊടുക്കണം, എങ്ങനെ അവർ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക് ഉണ്ട്, മെന്റ്ലോസ് മെട്രിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, വിച്ച് വാസ് എ ന്യൂലി ആഡഡ് ടോപ്പിക്. സോ അതാണ് ഇതിന്റെ ഉത്തരം. ബിക്കോസ് ദേ ഹവ് ഗിവൺ എ ഡയറക്റ്റ് ഹിന്റ്, ഹൈ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്. കൺസ്യൂമർ എന്താണ്? ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് മെന്റ്ലോസ് മെട്രിക്സിനകത്തെ ഹൈ പവർ ഹൈ ഇൻട്രസ്റ്റ് വരുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എങ്ങനെയാണ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? ഹൗ ആർ ദേ ഗോയിങ് ടു എഫക്ട് ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി ഓർഗനൈസേഷൻ? According to the Menlo's matrix, environmentally conscious consumers who influence industry standards fall into the key player quadrant. അതായത് if you have high power high interest, നിങ്ങൾ ഏത് കാറ്റഗറിയിലോട്ടാണ് പോവുക? കീ പ്ലെയർ എന്ന് പറയുന്ന ക്വാഡ്രന്റിലോട്ടാണ് പോവുക. ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് പോസസ് ബോത്ത് ഹൈ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്, മേക്കിംഗ് ദം ക്രൂഷ്യൽ ടു ദ സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ഹൈ പവർ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എപ്പോഴും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ്. they are the crucial factors for the success of a organization. Their high interest stems from their alignment with brands' ethical and eco-friendly values, while their high power arises from their ability to shape market trends. അവർക്ക് ഹൈ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം അവർ ബ്രാൻഡിന്റെ എത്തിക്കൽ എക്കോ ഫ്രണ്ട്ലി വാല്യൂ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ചിക് ത്രെഡ്സ് ഫോളോ ചെയ്യുന്ന സസ്റ്റൈനബിലിറ്റി ആണ്, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആണ്. സോ ഹൈ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഓർഗനൈസേഷന്റെ വാല്യൂസും ആ കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യവും തമ്മിൽ അലൈൻ ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് ഹൈ പവർ ഉണ്ടെന്ന് പറയാനുള്ള ക്വസ്റ്റനിൽ നിന്ന് എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്? ബിക്കോസ് ദേ ആർ ഏബിൾ ടു ഷേപ്പ് മാർക്കറ്റിന്റെ ട്രെൻഡ്, അഡ്വക്കേറ്റ് ഫോർ സസ്റ്റൈനബിൾ പ്രാക്ടീസ്, ഇമ്പാക്ട് ഓൺ ബ്രാൻഡ്സ് റെപ്യൂട്ടേഷൻ എക്സെട്ര. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ പവർ ഉണ്ടെന്നും പറയാം. സോ കീ പ്ലെയേഴ്സ് ആയതുകൊണ്ട് എങ്ങനെയാണ് ഓർഗനൈസേഷൻ, അതായത് ചിക് ത്രെഡ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? ദേ മസ്റ്റ് ഫോക്കസ് ഓൺ സാറ്റിസ്ഫൈങ് ദെയർ എക്സ്പെക്ടേഷൻ. അതായത് ഈ പറയുന്ന കൺസ്യൂമേഴ്സിന് എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും? റെഗുലർ അപ്ഡേറ്റ്സ് കൊടുക്കുക, സസ്റ്റൈനബിലിറ്റി എഫേർട്സിനെ പറ്റി, ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ. സോ റെഗുലർ അപ്ഡേറ്റ് കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അവരുടെ ഫീഡ്ബാക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. സോ അപ്ഡേറ്റ് കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം, അവർക്ക് നിന്ന് പ്രോപ്പർ ഫീഡ്ബാക്ക് എടുക്കണം. ഇവരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യണം. ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, ഹൈ പവർ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യണം ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ബൈ സീക്കിംഗ് ദെയർ ഇൻപുട്ട് ഓൺ ദ പ്രോഡക്റ്റ് ഡിസൈൻ. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? അവരെ ഇൻപുട്ട് കിട്ടിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് അവർക്ക് ചിക് ത്രെഡ്സിന് അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അലൈൻ ചെയ്ത പ്രോപ്പർട്ടി ഇറക്കാൻ വേണ്ടി പറ്റും. Additionally, building strong relationship through targeted marketing campaigns, collaboration and awareness initiatives will further solidify their trust and advocacy. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അഡീഷണലി ഇവരുമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നടത്താം, കൊളാബറേഷൻസ് നടത്താം, അവയർനെസ് ഇനീഷ്യേറ്റീവ്, സസ്റ്റൈനബിൾ പ്രോഡക്റ്റിലോട്ട് പോകുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. Effectively managing the stakeholder group is vital as their support and satisfaction directly contribute to the success of an organization. ഇവരെ കറക്റ്റ് ആയിട്ട് ഇൻഫോംഡ് ആക്കി ഇരിക്കുന്നതോടുകൂടി the organization can achieve success in a better rate. അപ്പം it is very vital to inform them on a regular basis. So high power high interestനെ ബേസ് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കുക. SM-നകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് രണ്ടും കൂടി, ഇതിപ്പോ തിയറിയും ആ പറയുന്ന കേസും കൂടെ മിക്സ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ താല്പര്യം ഇല്ലെങ്കിൽ ആദ്യം തിയറി മൊത്തം പ്രസന്റ് ചെയ്യുക, എന്നിട്ട് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ദാറ്റ് ചിക് ത്രെഡ്സ് മോളിൽ പറഞ്ഞ പ്രകാരം വേണം ഈ പറയുന്ന ഹൈ പവർ ഹൈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഇസ് അപ് ടു യു ഹൗ ടു പ്രസന്റ് ദി ആൻസർ. So that is with respect to the Menlo's matrix question. Next one. You are a strategic manager for a tech company launching a new smartphone model. Pudhiya smartphone ഇറക്കുകയാണ്. The company wants to target tech savvy consumers who value innovation and cutting edge technology.
using the concept of customer behavior, develop a marketing strategy to promote the new smartphone. So അവർ പുതിയ smartphones ഇറക്കാൻ നേരത്തെ എന്ത് കസ്റ്റമർ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിക്കുന്നത്? Again, this is also a new topic. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കുറെ എലമെന്റ്സിനെ കാറ്റഗറൈസ് ചെയ്താൽ മതി. ഈ ടെക് സാവി കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ആദ്യം അവർ മനസ്സിലാക്കണം. എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി പോകുന്നത്? ഒരു കമ്പനി സ്മാർട്ട് ഫോൺസ് ഇറക്കാൻ പോകുമ്പോൾ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് അവർ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്. ഹൗ ക്യാൻ യു ഇൻഫ്ലുവൻസ് യുവർ കൺസ്യൂമേഴ്സ്? സോ കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി കുറെ എലമെന്റ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുക, ടെക് ഫോറംസ് ഉപയോഗിക്കുക, അറൌണ്ട് വിച്ച് വുഡ് ജനറേറ്റ് ബസ് അറൌണ്ട് ദ ന്യൂ സ്മാർട്ട് ഫോൺ, പാർട്ട്നർ വിത്ത് ടെക് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ബ്ലോഗേഴ്സ് ടു റിവ്യൂ ദ പ്രോഡക്റ്റ് ആൻഡ് ക്രിയേറ്റ് അവയർനെസ്. ഇപ്പൊ നമ്മൾ ഈ ടെക് സാവി ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കണ്ടുകൂടെ? അപ്പോൾ ദേ വുഡ് ആക്ച്വലി സേ ഈ പറയുന്ന പുതിയ സ്മാർട്ട് ഫോൺ കൊള്ളാം, ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, മറ്റേ ഫോൺ ഇത്രയും മുടക്കുന്നതിന് പകരം ഈ ഫോണിനകത്ത് ഇത്രയും മുടക്കഴിഞ്ഞാൽ യു ഗെറ്റ് അറൌണ്ട് ദ സെയിം ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് വാട്ട് യു കോൾ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. ആൾക്കാർ പറഞ്ഞ് കേട്ട അറിവിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കൊളാബറേഷൻസ്, ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് പോയി ആ കേട്ട അറിവിൽ ചിലപ്പോൾ നമ്മൾ പോയി ആ പുതിയ ഫോൺ ചിലപ്പം മേടിച്ചെന്ന് വരാം. സോ കൺസ്യൂമർ ബിഹേവിയർ പല എലമെന്റ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. കൺസ്യൂമർ ബിഹേവിയർ അതിനകത്ത് ഒരെണ്ണമാണ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. സെക്കൻഡ് വൺ, ഇന്റേണൽ ഇൻഫ്ലുവൻസ്. ഇന്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ യുണീക് സെല്ലിംഗ് പോയിന്റ്സ്, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യം അവരുടെ അടുത്ത് നമ്മൾ പെർഫോം ചെയ്ത് പറയാം. അതായത് ഇപ്പം നമ്മളൊരു ഈ പറയുന്ന ടെക് സാവി ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങാൻ നേരത്ത് പറയാം നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ഈ ഡിസൈനിന്റെ പ്രത്യേകത എന്താണ്. സോ ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ എന്ത് ഇന്നോവേഷൻ ആണ് കൊണ്ടുവന്നേക്കുന്നത്, നമ്മൾ ഈ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് സെൽഫായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. Appeal the desire for innovation and advanced features among the tech savvy consumers. റാൻഡം ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ ചില ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. സോ കമ്പനി ഷുഡ് ടേക്ക് എൻ എഫേർട്ട് ടു എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദ ഇന്നോവേഷൻ, വൈ ദിസ് പെർട്ടിക്കുലർ ഡിസൈൻ, എന്തുകൊണ്ട് മറ്റേതിന് പോകണ്ട എന്ന് ഓർഗനൈസേഷൻ തന്നെ ഒരു എഫേർട്ട് എടുക്കണം. സോ ദേ കൻ ഇന്റേർണലി ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ. ദ തേർഡ് വൺ, decision making. Recognize that tech savvy consumers are early adopters who value functionality and performance. എപ്പോഴും ആൾക്കാർക്ക് നല്ല പെർഫോമൻസ് തരുന്ന ഫോൺ, അപ്ഡേറ്റഡ് ഫോൺ ആയിരിക്കണം, നല്ല ഫംഗ്ഷനാലിറ്റി ഉണ്ടായിരിക്കണം, ലോ കോസ്റ്റ് ആണെങ്കിൽ ബെറ്റർ ക്വാളിറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ ദേ വിൽ ബി ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ്. പ്രൊവൈഡ് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ആൻഡ് കമ്പാരിസൺ വിത്ത് അതർ സ്മാർട്ട് ഫോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇപ്പം മറ്റേ ഐഫോണായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഒരു ഫോണായിട്ട് അവർ മറ്റേ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. സോ ദേ ഷുഡ് മേക്ക് കമ്പാരിസൺ ആൻഡ് ടെൽ why do you have to spend so much for a Samsung phone? Why do you have to spend so much for an Apple iPhone? Why don't you spend only this much with very similar features? അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. Then only the consumer will take a decision. That is what you call decision making process. പോസ്റ്റ് ഡിസിഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. എങ്കിലേ ഈ ടെക് സാവി കൺസ്യൂമേഴ്സിന്റെ ഇടയ്ക്ക്, അതായത് ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, വി ആർ ഹാവിംഗ് ഇപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുന്നൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് അത്ര പോരാ, എങ്കിൽ മാത്രമേ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. Offer excellent customer service, support to address any technical issues or concerns. Customers should be able to provide feedback and review to build credibility and trust among the tech savvy consumers. നല്ല വാറണ്ടി പ്രൊവൈഡ് ചെയ്യുക, ആഫ്റ്റർ സെയിൽ സർവീസ് അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്യുക, ടെക്നിക്കൽ ഇഷ്യൂ വന്നാൽ പെട്ടെന്ന് അഡ്രസ് ചെയ്യുന്ന മറ്റേ അവരുടെ സെറ്റപ്പ് റെഡിയാക്കി എടുക്കുക. ദാറ്റ് ഇസ് വാട്ട് യു കോൾ പോസ്റ്റ് ഡിസിഷൻ. മേടിച്ചതിന് ശേഷം ആഫ്റ്റർ സെയിൽസ് അല്ലെങ്കിൽ ആഫ്റ്റർ ദേ മെയ്ഡ് എ പർച്ചേസ് കൊടുക്കുന്ന സർവീസ് ആണ് പോസ്റ്റ് ഡിസിഷൻ പ്രോസസ്. സോ എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഇൻഫ്ലുവൻസസ് ഉണ്ട്, decision making process ഉണ്ട്, post decision process ഉണ്ട്. These are the various factors which is affecting the consumer behavior. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പറയുന്ന കമ്പനി, അതായത് ഈ പറയുന്ന ടെക് കമ്പനി സ്മാർട്ട് ഫോൺ മോഡൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി. നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത്രയാണ്: യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് കസ്റ്റമർ ബിഹേവിയർ, ഡെവലപ്പ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. Okay. Next, Green Edge Solution, a mid-sized technology company, has implemented a new strategic plan
focused on achieving sustainable growth and strengthening its market presence. So Green Edge Solutions ആണ് ഒരു മിഡ് സൈസ് ടെക്നോളജി കമ്പനി ഒരു പുതിയ സ്ട്രാറ്റജിക് പ്ലാൻ സസ്റ്റൈനബിൾ ഗ്രോത്തിന് വേണ്ടി. The leadership team is determined to monitor the effectiveness of their strategy to ensure they align with the organization's overall goals and objectives. അതായത് ഈ പറഞ്ഞ കമ്പനി, അതായത് ഗ്രീൻ എഡ്ജ് സൊല്യൂഷന് അവരുടെ ഇഫക്റ്റീവ്നെസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റണം. അവരുടെ സ്ട്രാറ്റജീസുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ, അവരുണ്ടാക്കി വെച്ചേക്കുന്ന സ്ട്രാറ്റജിയും ഓർഗനൈസേഷന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സും തമ്മിലൊരു ബാലൻസ് ഉണ്ടോ. ദേ സീക്ക് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു അസസ് ദ കീ പെർഫോമൻസ് മെഷേഴ്സ്. കീ പെർഫോമൻസ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എടുക്കുന്നു. വാട്ട് ആർ സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ് ആൻഡ് ഹൗ ക്യാൻ ഗ്രീൻ എഡ്ജ് സൊല്യൂഷൻ ഇഫക്റ്റീവ്ലി യൂസ് ദം ടു ഇവാലുവേറ്റ് ആൻഡ് എൻഹാൻസ് ദ സക്സസ് ഓഫ് ദർ സ്ട്രാറ്റജിക് പ്ലാൻ. SPM എന്താണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ അത് ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ സക്സസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഹൗ ക്യാൻ ദേ എൻഹാൻസ് ദർ സക്സസ്. അപ്പൊ SPM വാസ് ഓൾസോ എ ന്യൂ ടോപ്പിക്. SPM-നകത്ത് ആകെ അവർ ചോദിച്ചേക്കുന്നത് ദ മെഷേഴ്സ് മാത്രമാണ്. So strategic performance measures are metrics organizations use to evaluate and track the effectiveness of their strategy. SPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മെഷർ ആണ്, ഒരു മെത്തേഡ് ആണ്. അത് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത് എത്ര ഇഫക്റ്റീവ് ആണ് അവരുടെ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ്. SPM provides a framework for monitoring the key areas critical to the organizational success. ഏതൊക്കെ ഏരിയയിൽ ഫോക്കസ് ചെയ്താൽ അവർക്ക് സക്സസിലോട്ട് എത്താൻ പറ്റും എന്ന് SPM അവർക്ക് പ്രൊവൈഡ് ചെയ്യും. സോ വാട്ട് ഡു യു മീൻ ബൈ SPM? SPM വേറെ ഒന്നുമല്ല. SPM is basically ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, ഹൗ ഇഫക്റ്റീവ് ദർ സ്ട്രാറ്റജീസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് ആണ്. SPM ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഏത് ഏരിയയിലൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ ഓർഗനൈസേഷന്റെ സക്സസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കും. സോ ഏതൊക്കെയാണ്? വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് SPM? നമ്പർ 1, ഫൈനാൻഷ്യൽ മെഷേഴ്സ്. ഫൈനാൻഷ്യൽ മെഷേഴ്സ് പറയുമ്പോൾ അവർ എന്തൊക്കെ നോക്കും? റവന്യൂ ഗ്രോത്ത്, ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, പ്രോഫിറ്റ് മാർജിൻ, ഇതൊക്കെ നോക്കുന്നതോടുകൂടി എങ്ങനെ, ഹൗ ഇസ് ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ ഹെൽത്ത്, ഫിനാൻഷ്യൽ പൊസിഷൻ കൊള്ളാമോ, കുറച്ചും കൂടെ ബെറ്റർ ആക്കണോ, ROI പോരെ, അതോ റവന്യൂ ഗ്രോത്ത് പോരെ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ ഹൗ വെൽ ഇസ് ദർ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്പർ 2, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെഷേഴ്സ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ മെഷർ ചെയ്യുന്നതോടുകൂടി അവർക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഹൗ വെൽ സാറ്റിസ്ഫൈഡ് ഇസ് യുവർ കസ്റ്റമർ. നിങ്ങളുടെ കസ്റ്റമർ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണോ, അവർ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? കോമ്പറ്റേറ്ററിന്റെ അടുത്ത് പോവാതെ സ്റ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് അവരെ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോയാലിറ്റി. ഇപ്പൊ നമ്മൾ കസ്റ്റമർ ലോയാലിറ്റി എന്ന് പറയില്ല. എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും അവർ എത്ര പ്രൈസ് കൂട്ടിയാലും നമ്മുടെ കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻഡ് ദേ ആർ സ്റ്റിൽ സ്റ്റിക്കിംഗ് ഓൺ വിത്ത് ആ പ്രോഡക്റ്റ്, ദാറ്റ് ഇസ് വാട്ട് യു കോൾ കസ്റ്റമർ ലോയാലിറ്റി. നിങ്ങളുടെ കസ്റ്റമർ ലോയൽ ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. ഇതോടുകൂടി യു വിൽ ബി ഏബിൾ ടു മീറ്റ് ദ കസ്റ്റമർ നീഡ്സ്. കസ്റ്റമർ നീഡ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദ തേർഡ് വൺ, മാർക്കറ്റ് മെഷേഴ്സ്. മാർക്കറ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ അക്വസിഷൻ. നിങ്ങൾക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? റെഫറൽ റേറ്റ്സ്, എത്ര പേര് നിങ്ങളുടെ പ്രോഡക്റ്റ് റെഫർ ചെയ്ത് പോകുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്നതോടുകൂടി യു ക്യാൻ ഇംപ്രൂവ് യുവർ കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് മാർക്കറ്റ് പൊസിഷൻ. സോ ഈ പോയിന്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഫിനാൻഷ്യൽ മെഷർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നോക്കണം, അത് നോക്കുന്നതുകൊണ്ട് വരുന്ന ഗുണം എന്തൊക്കെ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെഷർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, അത് നോക്കുന്നതുകൊണ്ട് വരുന്ന ഗുണങ്ങൾ എന്തൊക്കെ. തേർഡ് വൺ, മാർക്കറ്റ് മെഷേഴ്സ്, എന്തൊക്കെ നോക്കണം, അത് നോക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെ. സോ ഫസ്റ്റ് യു വിൽ ചെക്ക് ദ ഫാക്ടേഴ്സ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ബെനിഫിറ്റ് യു. അങ്ങനെ വേണം ആൻസർ പ്രസന്റ് ചെയ്യാൻ. എംപ്ലോയ് മെഷേഴ്സ് പറയുമ്പോൾ എന്തൊക്കെ നോക്കണം? എംപ്ലോയ് സാറ്റിസ്ഫാക്ഷൻ നോക്കണം, എംപ്ലോയ് എൻഗേജ്മെന്റ് നോക്കണം, എംപ്ലോയ് ടേൺ ഓവർ റേറ്റ്, എത്ര പേര് റിസൈൻ ചെയ്ത് പോകുന്നുണ്ട്. സോ എംപ്ലോയ് സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയ് എൻഗേജ്മെന്റ്, ഹൗ എൻഗേജ്മെന്റ് എന്താ, ഹൗ വെൽ ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ്. അതുപോലെ എംപ്ലോയ് ടേൺ ഓവർ, എത്ര പേര് റിസൈൻ ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ലോങ് ടേമിൽ നിന്നിട്ടാണോ അവർ വിട്ടിട്ട് പോകുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്, യു ക്യാൻ ട്രാക്ക് യുവർ വർക്ക് പ്ലേസ് കൾച്ചർ. ഇപ്പൊ ടേൺ ഓവർ റേറ്റ് ഭയങ്കര കൂടുതലാണ്, എംപ്ലോയീസ് പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോകുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല വർക്ക് പ്ലേസ് കൾച്ചർ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും? ഇല്ല. സോ യു ക്യാൻ ഇംപ്രൂവ് യുവർ വർക്ക് പ്ലേസ് കൾച്ചർ. സോ എന്തൊക്കെ മെഷേഴ്സ് ആണ് മനസ്സിലാക്കുന്നതോടുകൂടി യു ക്യാൻ ഇംപ്രൂവ് സംതിങ്. അടുത്തത് ഇന്നോവേഷൻ മെഷേഴ്സ്. ഇന്നോവേഷൻ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ R&D സ്പെൻഡിങ് എത്ര, നിങ്ങൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാവും, നിങ്ങൾ എന്തുമാത്രം പൈസ R&Dക്കകത്ത് മുടക്കുന്നുണ്ട്.
പേറ്റന്റ് ഫയലിംഗ്സ്, നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾക്ക് പേറ്റന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ചസ് എന്തൊക്കെയാണ്, ഇതോടുകൂടി നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കമ്പനിയുടെ ഇന്നോവേഷൻ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ R&Dയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പേറ്റന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പേറ്റന്റ് എടുത്തേക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഇതോടുകൂടി എത്ര ഇന്നോവേറ്റീവ് ആണ് നിങ്ങളുടെ കമ്പനി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, എൻവയോൺമെന്റൽ മെഷേഴ്സ്. എൻവയോൺമെന്റൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, വേസ്റ്റ് റിഡക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, കാർബൺ എമിഷൻസ് എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഇഫ് യു ആർ അലൈനിങ് വിത്ത് ദ സസ്റ്റൈനബിലിറ്റി ഗോൾസ്. നിങ്ങളുടെ കാർബൺ എമിഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് റിഡക്ഷൻ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കൺസംഷൻ ഭയങ്കര കൂടുതലാണ്, ടാർഗറ്റിനേക്കാളും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഫോക്കസ് ഓൺ മേക്കിംഗ് യുവർ സസ്റ്റൈനബിലിറ്റി ഗോൾസ് ബെറ്റർ. സോ ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഇഫ് ഇറ്റ്സ് എ 5 മാർക്ക് ക്വസ്റ്റ്യൻ, യു ക്യാൻ ട്രൈ ടു റിക്കളക്ട് ആൻഡ് റൈറ്റ് 5 പോയിന്റ്സ്. എന്തായാലും നിങ്ങൾ SPM എന്താണെന്ന് എഴുതണം, അതിനുശേഷമായിരിക്കും മെഷേഴ്സിലോട്ട് പോവാം. സോ ഓൾവേസ് റിമെമ്പർ, ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ, റവന്യൂ ഗ്രോത്ത് വന്നേക്കാം, ROE, ഇതൊക്കെ പഠിക്കുന്ന എന്തിനാണ്? കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ. സോ യു ആർ സ്റ്റഡിങ് സം മെഷേഴ്സ് ടു ഇവാലുവേറ്റ് സംതിങ്. സോ ഓരോ പോയിന്റ് കൂടെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് വിത്ത് SPM. Next one. Connect Group was one of the leading makers of the mobile handsets till a few years ago, and which went at the bottom of the heap. Connect Group didn't adapt to the current market trends, which eventually led to its downfall. So Connect Group പണ്ടത്തെ ഒരു ലീഡിംഗ് മേക്കർ ഓഫ് മൊബൈൽ ഹാൻഡ്സെറ്റ്സ് ആയിരുന്നു. കണക്ട് ഗ്രൂപ്പ് കറന്റ് മാർക്കറ്റ് ട്രെൻഡിലോട്ട് പോവാത്തത് കൊണ്ട് they had a downfall, which would have helped Connect Group to change, adapt and survive. അത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്ത് പുതിയ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്ത് they could have survived. Explain the steps to initiate the change. ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്? ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു ചേഞ്ചിനെ ബേസ് ചെയ്ത് 2 ടോപ്പിക് ഉണ്ട്. സ്ട്രാറ്റജിക് ചേഞ്ച്, ഹൗ വിൽ യു ഇനീഷ്യേറ്റ് ചേഞ്ച്, ഓൾസോ കേർട്ട് ലൂയിൻ സ്ട്രാറ്റജിക് ചേഞ്ച്. അപ്പൊ ഇവിടെ കേർട്ട് ലൂയിനെ പറ്റി എടുത്തൊന്നും പറയാത്തത് കൊണ്ട് നോർമൽ ആയിട്ടുള്ള ഹൗ വിൽ യു ഇനീഷ്യേറ്റ് ചേഞ്ച് ഓർത്താൽ മതി. അതിനുവേണ്ടി ഞാൻ ക്ലാസ്സിൽ ഒരു കോഡ് പഠിപ്പിച്ച ഓർമ്മയുണ്ടായിരുന്നു, RC institution was the code. സോ സ്ട്രാറ്റജിക് ചേഞ്ചിനെ പറ്റി ആദ്യം ഒരു ഇൻട്രോ കൊടുക്കുക. വാട്ട് യു കണക്ട് ഗ്രൂപ്പ് ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് കൊണ്ടുവരണം അതിന്റെ സർവൈവലിന് വേണ്ടിയിട്ട്. വാട്ട് യു മീൻ ബൈ ചേഞ്ച്? The changes in the environmental forces often require business to make modification in their existing strategy. പുറത്തുണ്ടാവുന്ന ചേഞ്ചസ് വരുന്നതോടുകൂടി എപ്പോഴും ഓർഗനൈസേഷൻസ് അതിന്റെ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജിക്ക് അത് ചേഞ്ച് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണം. സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് പ്രോസസ് ആണ്. അതിനകത്ത് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഇൻവോൾവ് ആണ്, വിച്ച് ഇസ് ഫോക്കസിങ് ഓൺ പുതിയ മാർക്കറ്റ്, പുതിയ പ്രോഡക്റ്റ്, പുതിയ സർവീസ്, പുതിയ വേസ് ഓഫ് ഡൂയിങ് ദ ബിസിനസ്. അതായത് കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ടോപ്പ് ലെവൽ എടുക്കുന്ന സ്ട്രാറ്റജിയാണ്. സോ ഇത്രയും നാളും ഇല്ലാത്തൊരു മാർക്കറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഇറക്കാത്ത പ്രോഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ പുതിയ വേ ഓഫ് ഡൂയിങ് ബിസിനസ്. ഇപ്പൊ ഇത്രയും നാൾ ഫിസിക്കൽ മോഡ് വഴി പോയ ആൾക്കാർ ഓൺലൈൻ മോഡും കൂടെ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡ് നോക്കേണ്ടി വരും. ദാറ്റ് ഇസ് ന്യൂ വേസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഇറ്റ് ഇസ് എ വെരി കോംപ്ലക്സ് പ്രോസസ് ബിക്കോസ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ടു ഇറ്റ്. സോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? എൻവയോൺമെന്റൽ ഫോഴ്സസിൽ വരുന്ന ചേഞ്ചസ്, മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ച് കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ട്രാറ്റജിക്കകത്ത് നിങ്ങൾ എന്ത് കൊണ്ടുവരേണ്ടി വരും? ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. And that strategic change is a very complex process because corporate strategy is involved on which is like coming up with new product, new service or new way of doing the business. So ഒരു strategic change കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നോക്കണം? The first step is recognize the need for change. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വേണോ വേണ്ടയോ, വിച്ച് ഫെസറ്റ്സ് ഓഫ് ദ പ്രസന്റ് കോർപ്പറേറ്റ് കൾച്ചർ, ഇപ്പോഴത്തെ കോർപ്പറേറ്റ് കൾച്ചർ എന്താണ്, അത് സ്ട്രാറ്റജി സപ്പോർട്ടീവ് ആണോ അല്ലെങ്കിൽ അല്ലയോ. അതായത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഇപ്പോൾ ഒരു കൾച്ചർ ഉണ്ടാവും, ഇസ് ഇറ്റ് ആക്ച്വലി സപ്പോർട്ടിങ് അവർ സ്ട്രാറ്റജി ഓർ ഇസ് ഇറ്റ് ആക്ച്വലി നോട്ട് സപ്പോർട്ടിങ് അവർ സ്ട്രാറ്റജി, അത് മനസ്സിലാക്കുക. അപ്പോഴാണ് ചേഞ്ച് വേണോ വേണ്ടയോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് പോയിന്റ്, ക്രിയേറ്റ് എ ഷെയർഡ് വിഷൻ ടു മാനേജ് ദ ചേഞ്ച്. അതായത് ഓർഗനൈസേഷന്റെ ഗോൾസ് മാത്രം അച്ചീവ് ചെയ്താൽ പോരാ, ഇൻഡിവിജ്വൽസ് അവിടുത്തെ എംപ്ലോയീസിന്റെ ഗോൾസും കൂടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ഷെയർഡ് വിഷൻ ഉണ്ടായിരിക്കണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ഷുഡ് കോയിൻസൈഡ്, ദേ ഷുഡ് നെവർ കോൺഫ്ലിക്റ്റ്. അതായത് ഓർഗനൈസേഷന്റെ ഗോൾ മാത്രം അച്ചീവ് ചെയ്യുന്നുള്ളൂ. പണിയെടുക്കുന്ന എംപ്ലോയീസിന്റെ അവർക്ക് സാലറി ബെനിഫിറ്റ്സ് ഇല്ല, അവർക്ക് ഒരു തരത്തിലുള്ള മറ്റേ
എംപ്ലോയി ബെനിഫിറ്റ്സും കിട്ടുന്നില്ല, അവരെന്തെങ്കിലും രീതിയിൽ മോട്ടിവേറ്റഡ് ആയിരിക്കുമോ ഓർഗനൈസേഷന്റെ ഗോളിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ? ഇല്ല. സോ ഓർഗനൈസേഷന്റെ ഗോൾ എന്താ? പ്രോഫിറ്റ് മേക്കിംഗ്, നല്ല മാർക്കറ്റ് പൊസിഷൻ പിടിച്ചെടുക്കുക, മറ്റേ കമ്പനി ഗ്രോ ചെയ്യുക, കമ്പനിക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക, പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ വേണ്ടി പറ്റുക. ദിസ് ഇസ് ബേസിക്കലി ദ ഗോൾ ഓഫ് എവറി ഓർഗനൈസേഷൻ. സോ ഓർഗനൈസേഷൻ അത് എത്തണം എന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് പണിയെടുക്കണം. എംപ്ലോയീസ് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഗോളും കൂടെ അച്ചീവ് ചെയ്തു പോകണം. സോ ഓർഗനൈസേഷന്റെ ഗോളും ആൻഡ് ഇൻഡിവിജ്വൽസിന്റെ ഗോളും എപ്പോഴും കോയിൻസൈഡ് ചെയ്തു പോകണം. ഒരിക്കലും അത് കോൺഫ്ലിക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ദിസ് ഇസ് പോസിബിൾ ഓൺലി ഇഫ് ദ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഫോളോ എ ഷെയർഡ് വിഷൻ. ഷെയർഡ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ വിഷൻ എന്താണ് എന്ന് ഓർഗനൈസേഷൻ എംപ്ലോയീസിനോട് പറയാ. എംപ്ലോയീസിന്റെ വിഷൻ എന്താണ്, എംപ്ലോയീസിന്റെ ആഗ്രഹം എന്താണ് ടു ബി ഇൻ ദിസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദേ എക്സ്പെക്ടിങ് എന്നുള്ള സംഭവം ആരോടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. ഓർഗനൈസേഷനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. Then only there will be a shared vision. And the last one, institutionalize a change. എങ്ങനെയെങ്കിലും ഈ ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക. This is a action change. This is a action stage wherein it requires implementation of the change strategy. എങ്ങനെയെങ്കിലും you will create and sustain different attitude towards change in order to ensure that the firm does not slip back into old ways of doing things. നമ്മൾ ചേഞ്ച് വേണോ വേണ്ടോ എന്ന് മനസ്സിലാക്കി, then you had a shared vision. ഇനി എങ്ങനെയെങ്കിലും ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉറപ്പ് വരുത്തണം പഴയ രീതിയിലോട്ട് നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല. പുതിയതായിട്ട് കൊണ്ടുവന്ന ചേഞ്ച് ക്രിയേറ്റ് ചെയ്തത് മാത്രം പോരാ, യു ഷുഡ് ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഫോർ ഇനീഷ്യേറ്റിംഗ് എ സ്ട്രാറ്റജിക് ചേഞ്ച്. സോ ചേഞ്ച് എന്താണെന്ന് എഴുതുക, സ്ട്രാറ്റജിക് ചേഞ്ച് എന്താണെന്ന് എഴുതുക, സ്റ്റെപ്സ് വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ എ സ്ട്രാറ്റജിക് ചേഞ്ചും കൂടെ എഴുതുക. ഓക്കെ, ഇത് ഒരു പഴയ ടോപ്പിക് ആയിരുന്നു, പണ്ട് തൊട്ടുള്ള ടോപ്പിക്കാ. Now this is a very easy topic, direct question. First chapter നിന്ന് വന്നേക്കുന്നതാണ്. Define strategic management. Also discuss the limitations of strategic management. Strategic management എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ മാനേജീരിയൽ പ്രോസസ്. വിഷൻ സെറ്റപ്പ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് സെറ്റപ്പ് ചെയ്യുക, സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഇംപ്ലിമെന്റ് ആൻഡ് ഇവാലുവേറ്റ് ദ സ്ട്രാറ്റജി ആൻഡ് ഇനീഷ്യേറ്റ് കറക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ് wherever deemed appropriate. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓർത്തെടുക്കാൻ ഞാൻ എളുപ്പം എന്ന് പറഞ്ഞുതരാം. ഇതൊരു മാനേജീരിയൽ പ്രോസസ്സാണ്. വിഷൻ ലോങ് ടേം ആദ്യം നോക്കുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റപ്പ് ചെയ്യുക, എന്നിട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, എവിടെയൊക്കെ ആവശ്യമുണ്ടോ കറക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുക. ഈ ഹോൾ പ്രോസസ്സിനെ പറയുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് ലിമിറ്റേഷൻ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അപ്ലൈ ചെയ്തു, അതായത് വിഷൻ സെറ്റപ്പ് ചെയ്തു, ഒബ്ജക്റ്റീവ് സെറ്റപ്പ് ചെയ്തു, സ്ട്രാറ്റജി ഉണ്ടാക്കി, ഇംപ്ലിമെന്റ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു, കറക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ്സ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഓർഗനൈസേഷന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നല്ല. സ്ട്രാറ്റജിക് എല്ലാ കാര്യങ്ങൾക്കും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഓർഗനൈസേഷൻസ് എന്ത് ഫേസ് ചെയ്തേക്കാം? ലിമിറ്റേഷൻസ് ഫേസ് ചെയ്തേക്കാം. അതായത് എന്തൊക്കെയാണ്? നമ്പർ 1, ദ എൻവയോൺമെന്റ് ഇസ് ഹൈലി കോംപ്ലെക്സ് ആൻഡ് ടർബുലന്റ്. എൻവയോൺമെന്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് മേ ജെപ്പാരഡൈസ് ഓൾ അവർ സ്ട്രാറ്റജിക് പ്ലാൻ. ജെപ്പാരഡൈസ് എന്നുള്ളൊരു വാക്ക് എഴുതണം. ജെപ്പാരഡൈസ് മീൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാ പ്ലാനും അത് തകർത്തേക്കാം. It may jeopardize, it may fail all our strategic plans. Kando. The organization's estimate about its future shape may awfully go wrong. Ad tetti poyekam and may jeopardize all strategic plan because environment is highly complex and turbulent. Environment എന്തിനൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, പല കാര്യങ്ങളെയാണ് എൻവയോൺമെന്റ് ബാധിക്കുന്നത്. അടുത്തത്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കുറെ ടൈം എടുക്കും. സ്ട്രാറ്റജിക് വിഷൻ സെറ്റപ്പ് ചെയ്യുന്നതും, ഒബ്ജക്റ്റീവ് സെറ്റപ്പ് ചെയ്യുന്നതും, സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതും, ഇംപ്ലിമെന്റ് ചെയ്യുന്നതും, ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ടൈം എടുക്കുന്ന, സോ പ്രിപ്പയർ ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. Organizations spend a lot of time in preparing and communicating the strategy that may impede the daily operation, which will negatively impact the routine business. ഇത് നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസിനെ ചെറുതായിട്ട് ബാധിച്ചേക്കാം. അതോടുകൂടി തന്നെ ഇത് നെഗറ്റീവ്ലി ഓർഗനൈസേഷന്റെ സ്മൂത്ത് റണ്ണിങ്ങിനെയും ബാധിച്ചേക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. സോ ഫസ്റ്റ് വൺ, എൻവയോൺമെന്റ് കോംപ്ലെക്സ് ആൻഡ് ടർബുലന്റ് ആണ്, ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. തേർഡ് വൺ, കോസ്റ്റ്ലി പ്രോസസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വഴി പോകുന്ന ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. സ്ട്രാറ്റജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യണം, എന്നൊന്ന് എക്സ്പേർട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. അത് ഭയങ്കര പൈസ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Therefore we say it is a costly process. Strategic management adds a lot of expenses to their organization. Experts ne appoint ചെയ്യുക. Efforts are made for analysis of internal external environment. ഈ പറഞ്ഞ എക്സ്പേർട്ട് വേണം internal external environment analyze ചെയ്യാൻ വേണ്ടി.
and this can be costly for organization with limited resources, particularly for small and medium organization. നിങ്ങളുടെ റിസോഴ്സസ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് കുറവാണെങ്കിൽ അത് നിങ്ങളെ കാര്യമായിട്ട് ബാധിച്ചേക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, കോമ്പറ്റീഷൻ ഇസ് അൺപ്രഡിക്റ്റബിൾ. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ സ്റ്റെപ്പ് എന്താണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇൻ എ കോമ്പറ്റേറ്റീവ് സെനാരിയോ where all organizations are trying to move strategically, it is difficult to clearly estimate the competitive response. Coca-Cola cannot analyze how Pepsi is going to respond. നമുക്ക് അറിയില്ല how our competitor is going. നമ്മൾ വിചാരിക്കും അവർ അങ്ങനെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. What if they take one step extra? നമ്മുടെ കംപ്ലീറ്റ് സ്ട്രാറ്റജീസിനെ അത് ബാധിച്ചില്ലേ? നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സക്സസ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഇതും അതിനകത്ത് വരുന്ന ലിമിറ്റേഷൻ ആണ്. സോ 4 കാര്യങ്ങളാണ്. നമ്പർ 1, environment is complex and turbulent. It is a time-consuming process. It is a costly process. We cannot predict what is a competitor's response. Now, ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരാൻ സ്റ്റുഡൻസ് പോയിന്റ് കറക്റ്റ് ആക്കി എഴുതും, എക്സ്പ്ലനേഷൻ അങ്ങ് തള്ളും. അത് ചെയ്യരുത്. വളരെ ക്ലിയർ ആയിട്ട് ചില കീ വേർഡ്സ് മാത്രം എടുത്തിട്ട് വേണം എക്സ്പ്ലനേഷൻ കൊടുക്കാൻ, which I had clearly told in the class. Please follow the same method. Easy question. പഴയ ടോപ്പിക് ആണ്. ഓക്കെ, same question is there in your workbook. It is there as your previous year question. It's a very easy question. EC Access is a marketing service company providing consultancy to a range of business clients. Consultancy ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. EC Access and its rivals have managed to persuade the government to require all marketing services companies to complete a time-consuming and bureaucratic registration process and to comply with an industry code of conduct. അപ്പോൾ EC Accessഉം അതിന്റെ റൈവൽസും അതിന്റെ കോമ്പറ്റീറ്റേഴ്സും ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്തെടുത്തു to require all marketing service companies to complete a time-consuming bureaucratic registration process. എല്ലാ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസും ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അക്കോർഡിംഗ് ടു ദ ഇൻഡസ്ട്രി കോഡ് ആൻഡ് എത്തിക്സ്. അവർ അത് ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്ത് എടുത്തു. ഇവർ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. Do you think that by doing this, EC Access and its rival has an advantage in some way of the fight of the competitors? അവർക്ക് കോമ്പറ്റീറ്റേഴ്സിനെ ഫൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണോ എന്നാണ് ചോദ്യം. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ മൈക്കിൾ പോർട്ടേഴ്സ് 5 force model. Okay, yes, EC Access and its rival has an advantage by this move. ഈ പുതിയ ബ്യൂറോക്രാറ്റിക് പ്രോസസ് അവരെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുവാണ് for startup and enter the EC Access market, increasing barriers to entry and thereby reducing the threat of the new entrants. Michael Porter's 5 force model അടിയിൽ threat of new entrants പഠിച്ച ഓർമ്മയുണ്ടോ? പുതിയ പ്രോഡക്റ്റ്, പുതിയ കപ്പാസിറ്റി ഓഫ് മറ്റേ പുതിയ എൻട്രന്റ് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം. പക്ഷെ ഇത് അവർക്കൊരു അതിന്റെ അടിയിൽ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു ബാരിയേഴ്സ് ടു എൻട്രി. അപ്പോൾ ഈ പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങളിൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയ എൻട്രൻസ് വരാതെ, പുതിയ ആൾക്കാർ വരാതെ നമുക്ക് ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബാരിയറിനെ പറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ദ ന്യൂ എൻട്രൻസ് ക്യാൻ റെഡ്യൂസ് ആൻഡ് ഇൻഡസ്ട്രീസ് profitability because new production capacity leading to increase in supply of product, sometimes even at a lower price, and can substantially erode existing firms' market position. Avara pudhiya product capacity, avara pudhiya product range, even lower prices of industry de entire profitability ബാധിച്ചേക്കാം. However, new entrants are always a powerful source of competition. Then നേരത്തെ പറഞ്ഞ പുതിയ capacity, പുതിയ product range ഒക്കെ competitive pressure ആയേക്കാം. The bigger the new entrant, the more severe the competitive. എത്ര bigger ആണോ നിങ്ങളുടെ entrant, അത്രയും സിവിയർ ആയിരിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ. പുതിയ എൻട്രൻസ് ഒരു ലിമിറ്റും കൊണ്ടുവന്നേക്കാം പ്രൈസിന്റെ മുകളിൽ, വിച്ച് വിൽ എഫക്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ്. ഇത് എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ എഴുതാം. നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്ത സമയത്ത് വി ഹാഡ് റിട്ടൺ ബാരിയേഴ്സ് ടു എൻട്രി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മാത്രം മതി. ഇത് ക്ലാസ്സിൽ എഴുതിയ സമയത്ത് വി ഹാവ് റിട്ടൺ ദ തിയറി ഫസ്റ്റ് ആൻഡ് ദെൻ വി ഹാവ് കം ടു ദ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. So that was also an easy question. Next one. Explain in brief the various bases of differentiation strategy. Again, a very old topic only. ഇത് നമ്മൾ ചാർട്ട് ഒക്കെ വരച്ച് എൻറ്റയർ ചാപ്റ്റർ നമ്മളൊരു ചാർട്ട് ഒക്കെ വരച്ച് ഓർത്തിരിക്കാൻ വേണ്ടി പഠിച്ചതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി? പ്രോഡക്റ്റ്, പ്രൈസിങ്, ഓർഗനൈസേഷൻ. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക് പ്രോഡക്റ്റ്
പ്രീമിയം പ്രൈസിങ് വെച്ചിട്ട് പ്രൈസ് ഇൻസെൻസിറ്റീവ് കസ്റ്റമേഴ്സിന് നമ്മൾ ഓഫർ ചെയ്യാണ്. സോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഗനൈസേഷൻ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതായത് ഹൗ ക്യാൻ ദേ ഗോ ഫോർ പ്രീമിയം പ്രൈസിങ്, ഹൗ ക്യാൻ ദേ ചാർജ് ദാറ്റ് പ്രീമിയം പ്രൈസിങ്, ഓഫറിംഗ് ദാറ്റ് യുണീക് പ്രോഡക്റ്റ് ടു പ്രൈസ് ഇൻസെൻസിറ്റീവ് കസ്റ്റമർ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വാട്ട് ആർ ദ ബേസിസ്? നമ്പർ 1, പ്രോഡക്റ്റ്. ഈ കൊടുക്കുന്ന ഇപ്പൊ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണ്, ആൻഡ് ഇഫ് ഐ വോണ്ട് ടു ഫോളോ കോസ്റ്റ് ലീഡർഷിപ്പ്, എനിക്ക് ഫോളോ ചെയ്യാം, എനിക്ക് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ ആകാം, അല്ലെങ്കിൽ എനിക്ക് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ആകാം, ഓർ ഞാൻ നീഷ് മാർക്കറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ കൻ ഈവൻ ഗോ ഫോർ ഫോക്കസ് സ്ട്രാറ്റജി. അപ്പോൾ ഫോക്കസ് ഏത് സ്ട്രാറ്റജി, എല്ലാത്തിനും ഒരു ബേസിസ് ഉണ്ടല്ലോ. വൈ ഷുഡ് ഐ ഗോ ഫോർ ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ, വൈ ഷുഡ് ഐ ഗോ ഫോർ കോസ്റ്റ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ വൈ ഷുഡ് ഐ ഗോ ഫോർ ഡിഫറൻസിയേഷൻ. സോ ഇവരിവിടെ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നത് ദേ ക്യാൻ ഫിക്സ് ഓൺ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. നമ്പർ 1, പ്രോഡക്റ്റ്. ആ ഓർഗനൈസേഷന് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ഇസ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് മീൻസ് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഓഫർ ചെയ്യാൻ പറ്റണം, വിച്ച് വിൽ മീറ്റ് ദ കസ്റ്റമർ നീഡ്സ്, can be an area where a company has competitive advantage. പുതിയ പ്രോഡക്റ്റ് ഓഫറിംഗ് എന്ന് പറയുന്നത്, അതായത് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഓഫറിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. കുറെ പൈസ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് മുടക്കേണ്ടി വരും. ഇത് കൂടാതെ പ്രൊഡക്ഷൻ മാർക്കറ്റിങ്ങിനകത്തും കുറെ എക്സ്പെൻസസ് ആഡ് ഓൺ ആയി വന്നേക്കാം. കാരണം പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആൾക്ക് ഇപ്പൊ നമ്മുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. വി ആർ ഓൾറെഡി ഇപ്പം പ്യൂമ, ആഡിഡാസ്, നൈക്ക് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഷൂ ബ്രാൻഡ്സ് ആണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ഷൂസ് മേടിക്കണമെങ്കിൽ ദേ ഓൾറെഡി ക്രിയേറ്റഡ് ആൻ ഇമേജ്. പുതിയ ഒരു ബ്രാൻഡ് അതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. സോ എന്നിട്ട് ഇവരും ആ പുതിയ ഇറങ്ങുന്ന ബ്രാൻഡും ഈ നൈക്കിന്റെയോ അല്ലെങ്കിൽ പ്യൂമയുടെയോ അല്ലെങ്കിൽ ആഡിഡാസിന്റെയോ സെയിം പ്രൈസിംഗ് ആണ് അവരും ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വൈ ഷുഡ് വി ഗോ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ്? അവരപ്പോൾ അങ്ങനത്തെ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഡിസൈൻ കൊണ്ടുവരണം. അതിനകത്ത് അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തണം. കുറെ മാർക്കറ്റിംഗ് ടെക്നിക്സ് അവർ ഉപയോഗിക്കണം. ചിലപ്പോൾ സെലിബ്രിറ്റീസിനെയൊക്കെ അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് സെലിബ്രിറ്റീസ് അത് വെയർ ചെയ്യുന്നത് പോലെ കാണിക്കണം. മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നടത്തണം. എന്താണോ നൈക്കും പ്യൂമയും ആഡിഡാസും ഫോളോ ചെയ്ത് കൊടുക്കാത്തത്, അതിനേക്കാൾ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവം അവർക്ക് ആ ഷൂവിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. എങ്കിൽ മാത്രമേ ഒരു സിമിലർ പ്രൈസിങ് ഇട്ടാൽ ആൾക്കാർ ഏതിലോട്ട് പോകത്തുള്ളൂ? ആ പറയുന്ന ഇന്നോവേറ്റീവ് പ്രോഡക്റ്റിലോട്ട് പോകത്തുള്ളൂ. സോ ഫസ്റ്റ് വൺ ഇസ് പ്രോഡക്റ്റ്. സെക്കൻഡ് വൺ, പ്രൈസിങ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബാധിച്ചിരിക്കും. സോ നമുക്ക് പല രീതിയിൽ പ്രൈസിങ് ഫിക്സ് ചെയ്യാം. ഒന്നെങ്കിൽ പെനട്രേഷൻ പ്രൈസിംഗിലോട്ട് പോകാം, അല്ലെങ്കിൽ സ്കിമ്മിങ് പ്രൈസിങ്. അതായത് ആദ്യം പ്രൈസ് കൂട്ടി കൊടുക്കുന്നു, പിന്നെ പ്രൈസ് കുറയ്ക്കുന്നു, ദാറ്റ് ഇസ് സ്കിമ്മിങ്. അല്ലെങ്കിൽ ആദ്യം പ്രൈസ് കുറച്ച് കൊടുക്കുന്നു, പിന്നെ പ്രൈസ് കൂട്ടുന്നു, ദാറ്റ് ഇസ് penetration. So that all depends upon supply and demand of your product. So it fluctuates based on supply and demand of your product. Companies that differentiate based on product price can either determine to offer at a lower price, lower price കൊടുക്കാം, which is penetration, or can attempt to establish superiority through higher prices. അല്ലെങ്കിൽ അവർക്ക് സ്കിമ്മിങ്ങിലോട്ട് പോകും. സോ സ്കിമ്മിങ് പോകണോ പെനട്രേഷൻ പോകണോ എന്നൊക്കെ അവർ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ തീരുമാനിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഓർഗനൈസേഷൻ. ഒരു ബ്രാൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു ആർ ആൻ ഓർഗനൈസേഷൻ ഓർ ഇഫ് യു ആർ എ കമ്പനി വിച്ച് ഇസ് ഫോക്കസിങ് ഓൺ സെല്ലിംഗ് ദ പ്രോഡക്റ്റ് ടു എ ന്യൂ മാർക്കറ്റ് ഓർ ന്യൂ കസ്റ്റമേഴ്സ്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. Organizational differentiation is yet another form of differentiation, maximizing the power of brand or using the specific advantages that an organization possesses can be instrumental to a company's success. ഇപ്പൊ നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ബ്രാൻഡ് ഇമേജ് ആൾക്കാരുടെ മനസ്സിലോട്ട് എത്തിക്കുക. അതുപോലെ ചിലപ്പോൾ ലൊക്കേഷൻ അഡ്വാൻറ്റേജ്, എല്ലായിടത്തും നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് പോസിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്ലെറ്റ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. സോ ദാറ്റ്സ് ആക്ച്വലി എ ലൊക്കേഷൻ അഡ്വാൻറ്റേജ്. അല്ല ആൾക്കാർക്ക് നിങ്ങളുടെ പേര് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും കസ്റ്റമർ ലോയാലിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, യു വിൽ ബി ഏബിൾ ടു അഡോപ്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. സോ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയിലോട്ട് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇസ് ബേസിക്കലി പ്രോഡക്റ്റ്, പ്രൈസ് ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ദീസ് ആർ ദ ബേസിസ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. Next one, this is also a workbook question. പണ്ടത്തെ ഒരു ക്വസ്റ്റൻ ആണ്. Leatherite Limited was started as a leather company to manufacture footwear. Currently they are manufacturing footwears for male and females. The top management desires to expand the business in leather manufacturing goods. അവർ leather manufacturing goods ലോട്ട് expand ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. To expand, they decided to purchase more machines to manufacture leather bags for males and females. Identify and explain the strategy adopted by the top management. So already ലെതറൈറ്റ് കമ്പനി ചെയ്തുകൊണ്ടിരുന്നത് ഫുട്ട് വെയർ ആണ്. ഇപ്പൊ അവർ ഏതിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്? ഫോർ ലെതർ ബാഗ്സ്. സോ ഇത് നോക്കണം.
ഫുട്വെയർ ലെതർ ഫുട്വെയർ കൊടുത്തോണ്ടിരുന്ന ആൾക്കാർ ലെതർ ബാഗ്സിലോട്ട് പോവാണ്. ആർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുമായിട്ട് കണക്റ്റഡ് ആണോ? അതെ. പക്ഷെ ഡയറക്ട്ലി കണക്റ്റഡ് ആണോ? ഒരു വേർട്ടിക്കൽ രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. ഇതൊരു കോംപ്ലിമെന്ററി പ്രോഡക്റ്റ് ആണോ? അല്ല. അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആണോ? അല്ല. ഇത് ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ എ ലൂപ്പ് ലൈക്ക് മാനർ. കണക്റ്റഡ് ആണോ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആയിട്ട്? അതെ. ലെതർ കണക്റ്റഡ് ആണ്. ഒരു വേർട്ടിക്കൽ പ്രോഡക്റ്റ് ലൈനിൽ കണക്റ്റഡ് ആണോ? അല്ല. അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്ററി ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ കണക്റ്റഡ് ആണോ? അല്ല. പിന്നെ ഇതെങ്ങനെ കണക്റ്റഡ് ആണ്? ഇറ്റ് ഇസ് സംഹൗ കണക്റ്റഡ് ഇൻ എ ലൂപ്പ് ലൈക്ക് മാനർ. സോ വാട്ട് ടൈപ്പ് ഓഫ് expansion they have done? They have gone for concentric diversification. The same question we had done. Leatherite Limited is currently manufacturing footwears for males and females. Top management leather bags ലോട്ട് പോകുന്നു. Both the products similar ആണ്. Existing product ആയിട്ട് similar ആണ്. Same ഇൻഡസ്ട്രിയിലാണ് കൊടുക്കുന്നത്. So it is concentric in nature because they are able to use existing infrastructure distribution. Existing ആയിട്ടുള്ള നമുക്കറിയാലോ, എക്സിസ്റ്റിംഗ് ഫങ്ഷൻസ് ആയിട്ട് ഒന്നെങ്കിൽ ഒരേ മാർക്കറ്റ് ആകാം, ഒരേ കസ്റ്റമർ ഫോക്കസ് ആകാം, അല്ലെങ്കിൽ ഒരേ ടെക്നോളജി ആകാം, പക്ഷെ ഡയറക്ട്ലി കണക്റ്റഡ് ആവില്ല. സോ ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ എ ലൂപ്പ് ലൈക്ക് മാനർ. So it is linked to the existing business through process technology or market. It is a spin-off from the existing product. It is only connected to in a loop-like manner. Therefore, it is a concentric diversification. Basically, നമ്മൾ കോൺസെപ്റ്റിനകത്ത് പഠിച്ച പോയിന്റ്സ് മാത്രം എഴുതാം. മറ്റ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്, സിമിലർ ഇൻഡസ്ട്രി, സിമിലർ പ്രോഡക്റ്റ് ആണ്, പക്ഷെ ഡയറക്ട്ലി കണക്റ്റഡ് അല്ല, സ്പിൻ ഓഫ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ്, കോമൺ ആയിട്ടുള്ള പ്രോസസ്സോ ടെക്നോളജി ഒക്കെ ആയിട്ട് വന്നിച്ചാൽ മതി. ദെയർഫോർ അവർ പോകുന്നത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷനിലോട്ടാണ്. വെരി ഈസി ക്വസ്റ്റ്യൻ. പൊതുവെ അവർ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര പാടല്ലേ, നമ്മുടെ വേർട്ടിക്കൽ ആണോ കോൺസെൻട്രിക് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ. ദാറ്റ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. Next one, major core competencies are identified in 3 areas: competitor differentiation, customer value, and application to other market. Discuss. So CK Prahladan, Gary Hamel പറഞ്ഞിട്ടുണ്ട്. CCA ഞാൻ ഓർക്കാനായിട്ട് എളുപ്പത്തിന് പറഞ്ഞായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്കസ്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷൻ പ്ലാനിങ്. ഓർ ക്വസ്റ്റൻ ആണ്. So first one, according to CK Prahladan, Gary Hamel, major core competencies 3 സ്ഥലത്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. What is core competency? Core competency എന്ന് പറഞ്ഞാൽ unique strength of an organization which is not shared with others. നമ്മുടെ യുണീക് സ്ട്രെങ്ത് നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനടുത്ത് ഷെയർ ചെയ്യാത്ത ഒരു സംഭവത്തിനാണ് നമ്മൾ കോർ കോമ്പീറ്റൻസി എന്ന് പറയാം. ആ യുണീക് സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ, അല്ലെ നമ്മുടെ SM ഭാഷയിൽ പറഞ്ഞാൽ കോർ കോമ്പീറ്റൻസി ഉണ്ടെങ്കിലേ നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ ക്യാൻ ഒരു ഓർഗനൈസേഷൻ കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ ഉണ്ടെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേ കോർ കോമ്പീറ്റൻസി യുണീക്ക് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ഫോർ ദ കോമ്പറ്റീറ്റേഴ്സ് ടു ഇമിറ്റേറ്റ്. അങ്ങനത്തെ ഒരു ഫീച്ചർ ആയിരിക്കണം. അത് കോമ്പറ്റീറ്റേഴ്സിന് പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റൂല. ദിസ് ക്യാൻ പ്രൊവൈഡ് എ കമ്പനി this can provide an edge to the company compared to its competitors to provide better product or service to the market with no fear that competitors can copy it. ഒരു ഫിയർ കൂടാതെ തന്നെ നമുക്ക് അത് ഓഫർ ചെയ്യാൻ വേണ്ടി പറ്റണം. This is actually an edge over the competitor. Edge over the competitor എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്ററിനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ദാറ്റ് ഇസ് വാട്ട് യു കോൾ കോമ്പറ്റീറ്റീവ് ഡിഫറൻസിയേഷൻ. സോ കോമ്പറ്റീറ്റീവ് ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോർ കോമ്പറ്റൻസി സ്ട്രോങ് ആണെന്ന് പറയാം. രണ്ടാമത്തത് കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യണം, വേറൊരാൾക്ക് ആ പറയുന്ന പ്രോഡക്റ്റ് റെഫർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയും? കസ്റ്റമർ വാല്യൂ. അതായത് കൊടുക്കുന്ന പൈസയ്ക്ക് അവർക്ക് വർത്ത് ആയിട്ട് തോന്നണം, റിയൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, റീപർച്ചേസ് ചെയ്യാൻ പറ്റണം. എങ്കിൽ വാട്ട് you have created a customer value. So when purchasing a product or service, it has to deliver a fundamental benefit to the end consumer. Fundamental benefit ennu parayumbo the real reason to repurchase it. If the customer has chosen the company's product, then the competence is good. Ipo രണ്ടാമത് ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ competence is not a core competence. രണ്ടാമത് നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ റീപർച്ചേസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ പ്രോഡക്റ്റ് മറ്റേ റെഫർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കോർ കോമ്പീറ്റൻസ് ഇല്ല, കസ്റ്റമർ വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു ഫണ്ടമെന്റൽ ബെനിഫിറ്റ് ഓഫർ ചെയ്യാൻ വേണ്ടി പറ്റി, എൻ കൺസ്യൂമേഴ്സിന് റിയൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി, നിങ്ങളുടെ പ്രോഡക്റ്റ് രണ്ടാമത് ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കോർ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയാം.
ആപ്ലിക്കേഷൻ ഓഫ് കോമ്പീറ്റൻസ് ടു അതർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സെക്ടർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഗ്രൂപ്പ് മാത്രം ഫോളോ ചെയ്താൽ പോരാ കോർ കോമ്പീറ്റൻസ് അച്ചീവ് ചെയ്യാൻ. എല്ലാവരും ഒരുമിച്ച് വേണം അത് ഫോളോ ചെയ്തു പോകാൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കോർ കോമ്പീറ്റൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആപ്ലിക്കേഷൻ ഓഫ് കോമ്പീറ്റൻസ് ടു അതർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോർ കോമ്പീറ്റൻസ് മസ്റ്റ് ബി ആപ്ലിക്കബിൾ ടു ദ whole organization. It cannot be only one particular skill. Therefore, although some special capability would be essential, it will not be considered as core competence. A core competence is unique set of skills and expertise which will be used throughout the organization to open a potential market to be exploited. So എല്ലാവരും ഇത് ഫോളോ ചെയ്ത് പോകണം. ഒരാൾ മാത്രമല്ല, ഒരാളുടെ പെർട്ടിക്കുലർ സ്കിൽ കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, കോർ കോമ്പറ്റൻസ്. ഇപ്പൊ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രൈസിങ് അടിപൊളിയായിട്ട് ചെയ്തു, പക്ഷെ നല്ല പ്രോഡക്റ്റ് അല്ല, R&D പോരായിരുന്നു, ആൾക്കാരുടെ നീഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് അല്ല കൊടുക്കുന്നത്, എങ്കിൽ നിങ്ങൾക്ക് കോർ കോമ്പറ്റൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ? ഇല്ല. സോ ഓൾ ത്രീ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. CK പ്രഹ്ലാദൻ ഗാരി ഹാമൽ പ്രകാരം CCA മൂന്നും, കോമ്പറ്റീറ്റീവ് ഡിഫറൻസിയേഷൻ, കസ്റ്റമർ വാല്യൂ, ആപ്ലിക്കേഷൻ ടു അതർ മാർക്കറ്റ്, ഈ മൂന്നും സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് കോർ കോമ്പീറ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഓപ്പറേഷണൽ പ്ലാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ഷേപ്സ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം, ഓർഗനൈസേഷന് ഏത് മാർക്കറ്റിൽ അവർക്ക് ഓഫർ ചെയ്യണം, ഏത് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യണം, എന്ത് പ്രോഡക്റ്റ് ഓഫർ ചെയ്യണം എന്നൊക്കെ സ്ട്രാറ്റജിക് പ്ലാനിങ്. സോ ഇറ്റ്സ് ഷേപ്സ് ദ ഓർഗനൈസേഷൻ. ഓപ്പറേഷണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ റിസോഴ്സസിനെ നമുക്ക് ഉപയോഗിക്കാം, ഹൗ വിൽ യു ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കണ്ടേ, സോ ഉള്ള റിസോഴ്സസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത് ഓപ്പറേഷണൽ പ്ലാനിംഗ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഇമ്പാക്ട് ഓഫ് എൻവയോൺമെന്റൽ വേരിയബിൾസ്, എങ്ങനെയാണ് നിങ്ങളുടെ മൈക്രോ മാക്രോ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങളെ ബാധിക്കാൻ പോകുന്നത്. ഓപ്പറേഷണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്ടിക്സ് ഉണ്ടാക്കും റാദർ ദൻ സ്ട്രാറ്റജി. അതായത് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിന് പകരം എങ്ങനെ നമുക്ക് ഈ പറയുന്ന പ്രശ്നത്തിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. ഈ പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കാതെ ഉള്ളതിനെ വെച്ച് നമുക്ക് എങ്ങനെ ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും, ദാറ്റ് ഇസ് ഓപ്പറേഷണൽ പ്ലാനിംഗ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് ടേക്സ് എ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ. This is only current operation in the future. ഇത് current operations മാത്രമാണ്, മറ്റത് കംപ്ലീറ്റ് ഒരു ഹോളിസ്റ്റിക് വ്യൂ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എടുക്കും. It develops the overall objectives and strategy. It makes only modification to the business function. ഇത് ലോങ് ടേം സക്സസിന് വേണ്ടിയിട്ടാണ്, ഇത് ഷോർട്ട് ടേം സക്സസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇത് ടോപ്പ് മാനേജ്മെന്റ് ചെയ്യുന്നതാണ്, ഇത് ഫങ്ഷണൽ മാനേജേഴ്സ് ലോവർ ലെവൽ ചെയ്യുന്നതാണ്. സോ യു ക്യാൻ ഫോക്കസ് ഓൺ എനി 3 or 4 points and you can study. So what is operational planning? What is the difference between operational planning and strategic planning? Is also a very important difference between. Adhigan difference between നമുക്ക് SM നാത്തില്ല. അതിനകത്ത് one of those important difference between തന്നെയാണ് strategic planning and operational planning. It was in our question. Okay, that is with the descriptive part. ഞാൻ പറഞ്ഞ പോലെ അവർ ഈക്വൽ വെയിറ്റേജ് കൊടുത്തേക്കുന്നത് കണ്ടോ, പുതിയ ടോപ്പിക്സിൽ നിന്നും അവർ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട്, അതേ സമയത്ത് അവർ പഴയ ടോപ്പിക്സിൽ നിന്നും വെയിറ്റേജ് കൊടുത്തിട്ട് അവർ ക്വസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. So I hope the descriptive part was clear. So ഒട്ടും സമയം കളയാതെ തന്നെ let us start with the multiple choice question. മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. കേസ് ബേസ്ഡ് സിനാരിയോ ക്വസ്റ്റ്യൻ ആണ്. Ecoforge, a startup specializing in eco-friendly building materials crafted from agricultural waste, entered the highly competitive manufacturing industry with a vision of promoting sustainability. Despite its innovative approach, the company faced significant challenge as a new entrant, including high production cost, limited market visibility, regulatory hurdles, and fierce competition from established players. However, through strategic planning and effective execution, Ecoforge successfully navigated these obstacles and positioned itself for sustainable growth. So, proper ആയിട്ട് sustainable growth maintain ചെയ്യാൻ വേണ്ടി പറ്റി. The company's leadership recognized the importance of understanding its internal strength and weakness. So, companyയുടെ leadership അതിന് internal strength and weakness മനസ്സിലാക്കി along with the external opportunity and threats. So, SWOT analysis അവർ ചെയ്തു. This analysis revealed Ecoforge's core advantage in sustainability. So our advantage sustainability and innovation ആണ്, contrasted with scalability issues and market pressure. ഇത് our weakness and threat from the cheaper alternatives. Additionally, market analysis uncovered the potential of urban housing project as an opportunity. ഇതാണ് our opportunity, while intense competition posed a threat. So മുകളിൽ അവർ strength കണ്ടുപിടിച്ചു, strength and weakness കണ്ടുപിടിച്ചു, താഴെ they have also found out their opportunity and threat. Ecoforge's leadership focused on creating unique value proposition by emphasizing its eco-friendly material. Our emphasis is the eco-friendly material. This differentiation helped the company appeal to environmentally conscious builders and developers. To expand its market reach, Ecoforge adopted strategies to deepen its presence in existing markets and exploring new ones.
സോ അവർ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ അവരുടെ മാർക്കറ്റ് റീച്ച് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് അവർ അങ്ങനത്തെ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തു. ടു ഡീപ്പൻസ് ഇൻ പ്രസൻസ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് പുതിയ പ്രോഡക്റ്റിലോട്ട് ഇറങ്ങുക. Concurrently, it analyzed the industry landscape and identified the critical influence of regulatory policies and socio-cultural factors. So, regulatory policy ബാധിക്കുന്ന എന്തൊക്കെയാണ്, socio-cultural factors ഒക്കെ അവർ analysis നടത്തി. Internally, EcoForge implemented structural and cultural changes to enhance its operational efficiency. Operational efficiency, responsiveness കൂട്ടാൻ വേണ്ടി structural cultural changes കൊണ്ടുവന്നു. By adopting a SBU model, the company streamlined its decision-making process, allowing each product line to adapt quickly to market demands. Recognizing the need for collaborative leadership, EcoForge CEO Ms. Arati Mehra invested in leadership training program for senior managers. This shifted company's culture from hierarchical to team-driven, encouraging innovation and cross-functional collaboration. To enhance its competitiveness, EcoForge optimized its production and supply chain process by addressing inefficiencies and partnership with technology providers. These efforts significantly reduced costs and improved product quality. Simultaneously, the company pursued green certification and localized marketing efforts to build brand recognition, attracting environmentally conscious clients. Over 3 years, these initiatives enabled EcoForge to expand into new market, secure partnership with leading developers, and increase its revenue by 40%. By integrating market analysis, operational improvements, and a focus on cost efficiency, EcoForge transitioned from a struggling startup to a leader in sustainable building material, setting a benchmark for innovation and environmental stewardship in the industry. So basically, നമ്മൾ അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വായിക്കുമ്പോൾ കിട്ടണം. കാരണം കുറെ ഇൻഫർമേഷൻ സയൻസ് സ്പോട്ട് അനാലിസിനെ പറ്റി നമ്മൾ കണ്ടു, SBU സ്ട്രക്ചറിനെ പറ്റി കണ്ടു, അവർ എന്ത് മെഷർ ചെയ്തപ്പോൾ റവന്യൂ ഗ്രോത്ത് വന്നു എന്ന് കണ്ടു. ഓൾ ദീസ് ഷുഡ് ബി പാർട്ട്. ഇത് ഓർത്തെടുക്കണം. സോ വീണ്ടും പോയി MCQ വായിക്കേണ്ട സിറ്റുവേഷൻ വരില്ല. Based on the above case scenario, answer the multiple choice question. The SBU model adopted by EcoForge is an example of strategic decision making at which level? Corporate level, business level, functional level, operational level. Definitely ഏത് സ്ട്രക്ചർ ഫോളോ ചെയ്യണം, ഏത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോളോ ചെയ്യണം എന്നുള്ളത് കോർപ്പറേറ്റ് ലെവലാണ്. കോർപ്പറേറ്റ് ലെവൽ is the answer. അടുത്തത് EcoForge's strategy of appealing to environmentally conscious builders and developers by emphasizing its eco-friendly material is an example of which type of generic strategy by Michael Porter? Cost leadership, differentiation, cost leadership, focus differentiation. It is differentiation. The environmentally conscious builders and developers by emphasizing eco-friendly material. It is a differentiation strategy. Differentiation. Unique product അല്ലേ അവർ ഓഫർ ചെയ്യണേ. അടുത്തത് niche market അല്ല, it's not a very narrow market. അടുത്തത് the case mentioned EcoForge identifying critical influence of regulatory policies and socio-cultural factors shaping consumer preferences. Which strategic analysis framework is relevant here? അവർ കേസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് റെഗുലേറ്ററി പോളിസീസ് ആൻഡ് സോഷ്യോ കൾച്ചർ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയത് ഓർമ്മയുണ്ടോ? which strategic analysis framework is most relevant here? SWOT analysis, value chain analysis, PESEL analysis, ആൻസ് ഓഫ് മെട്രിക്സ്. ഇത് സോഷ്യോ കൾച്ചറൽ റെഗുലേറ്ററി പോളിസി എന്നൊക്കെ പറയുന്നതാണ്. പെസൽ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ, സോഷ്യോ കൾച്ചറൽ, ലീഗൽ, economic factors. So it's basically PESEL analysis. അടുത്തത് EcoForge's strategy to deepen its presence in the existing market and explore new ones. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, ന്യൂ പ്രോഡക്റ്റ്, ന്യൂ മാർക്കറ്റ്, പിന്നെ മാർക്കറ്റ് പുതിയത്, പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ്, പിന്നെ പുതിയ പ്രോഡക്റ്റ്, മാർക്കറ്റ് എക്സിസ്റ്റിംഗ്. അങ്ങനെ നമ്മൾ കുറെ സാധനങ്ങൾ പഠിച്ച ഓർമ്മയില്ലേ? അതേതായിരുന്നു? മാർക്കറ്റ് പെനട്രേഷൻ, മാർക്കറ്റ് ഡെവലപ്മെന്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ. ഇറ്റ് ഇസ് മാർക്കറ്റ് ഡെവലപ്മെന്റ്. Next one, which key industry force as per Porter's 5 forces is reflected in EcoForge's challenges from cheaper alternatives and intense competition? ഏത് കീ ഇൻഡസ്ട്രി ഫോഴ്സ് ആണ് മൈക്കൽ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ പ്രകാരം EcoForge ചാലഞ്ച് ചെയ്തത്? ഫ്രം cheaper alternatives, threat of the new entrants, bargaining power of the buyer, bargaining power of the supplier, threat of substitutes. Without doubt, threat of the substitutes. Okay.
സോ ഓൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് വർ ടു സിമ്പിൾ അല്ലെ, ടു സിമ്പിൾ ക്വസ്റ്റൻ. ആ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര, ഞാൻ ആ സ്പീഡിൽ വായിച്ചു പോയത് പോലും അതാണ്. ഈ SM അത് വലിയ കഥയെ കാണുമ്പോൾ കുട്ടികളുടെ വിചാരം കുറെ ഉണ്ടെന്നാണ്. അപ്പൊ അണ്ടർലൈൻ ചെയ്തു പോകും. കുറെ ഇൻഫർമേഷൻസ് അൺവാണ്ടഡ് ഉണ്ട്, കുറെ വേണ്ട ഇൻഫർമേഷൻസും ഉണ്ട്. ചിലതൊക്കെ എല്ലാം അണ്ടർലൈൻ ചെയ്യണമെന്നില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തത് പോലും ഇറ്റ് ഇസ് ബേസിക്കലി എ ഡിസ്കഷൻ ഓഫ് MTP. ഓക്കെ, so again, very easy multiple choice. It was not a difficult MTP. All what I found is, again, they have given 50% weightage for the new topics. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുതിയ ടോപ്പിക്സ് കുറച്ചും കൂടെ ഒന്ന് പ്രയോറിറ്റി കൊടുത്തോളൂ. എല്ലാം തന്നെ ഒരു 1 റൗണ്ട് നിങ്ങൾ വായിക്കണം. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എഴുതി നോക്കണം. SM കുട്ടികൾക്ക് പൊതുവേ ഒരു ഇതുണ്ട്, ദേ വിൽ ജസ്റ്റ് റീഡ് ഇറ്റ് ഓഫ്. FM നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ബിക്കോസ് അതുകൊണ്ടാണ് മെജോറിറ്റി സ്റ്റുഡൻസിന് ഈ പ്രോബ്ലം പേപ്പർ ഭയങ്കര ഈസി ആവുന്നത്. ജസ്റ്റ് ലൈക്ക് യു പ്രാക്ടീസ് FM, SM നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. സ്റ്റിൽ യു ഹാവ് ഇനഫ് ആൻഡ് മോർ ടൈം. ഒരു ദിവസം ഒരു 3 ക്വസ്റ്റ്യൻ വെച്ച് എഴുതിയാൽ മതി. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ജാനുവരി 10ാം തീയതി വേണം, ജാനുവരി ഒരു 5th and 6th കൂടി നിങ്ങൾക്ക് നിർത്താം. ജസ്റ്റ് 3 questions per day, 3 questions വെച്ച് പിക്കപ്പ് ചെയ്യുക. സോ ഇറ്റ്സ് വെരി ഈസി. ഇപ്പം ഞാൻ പറയട്ടെ, ലിമിറ്റേഷൻസിനെ ബേസ് ചെയ്ത് ഒരു 5 ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് 1 ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. ബാക്കി എല്ലാം ലിമിറ്റേഷനെ ബേസ് ചെയ്യുന്ന, ബാക്കി എല്ലാം വായിച്ചുകൂടാ. ജസ്റ്റ് റൈറ്റ് 1 ക്വസ്റ്റൻ. സോ അങ്ങനെ പിക്കപ്പ് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് 3 questions every day. It will really help you to recollect the points. Okay, so I hope the session was helpful. So എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ you can write it in the chat box, in the comment box. So thank you so much.